കഴിഞ്ഞ ടോക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പല ഹെൽത്ത് സപ്ലിമെന്റുകൾ അല്ലെങ്കിൽ പൗഡറുകൾ, അതായത് കലക്കി കൊടുക്കുന്ന പൗഡറുകൾ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു. കുട്ടികൾക്ക് മാത്രമല്ല വലിയ ആളുകളും കഴിക്കുന്ന അത്തരത്തിലുള്ള ഹെൽത്ത് സപ്ലിമെന്റ് പൗഡറുകളെ പറ്റിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ടോക്കിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആളുകളെ ആരും ആരെങ്കിലും ഒരു ഹായ് പറയോ? ചില സമയത്ത് ഇതിൽ ലൈവിൽ ആളുകളെ ആളുകൾ വന്നു. ശരി. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അപ്പൊ അതിന്റെ താഴെ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ആ ഒരു ടോക്ക് കഴിഞ്ഞപ്പോൾ കുറെ പേര് ചോദിച്ചു, നമുക്കറിയാം ഈ ജിമ്മിലൊക്കെ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ചെറുപ്പക്കാര് മസിൽ വെപ്പിക്കാൻ അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ അത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചെയ്യാറുണ്ട്. ഹായ്. അതിനുവേണ്ടി പല ജിമ്മ് എന്നല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ ജിമ്മുകളും ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ടുള്ള ഈ പ്രോട്ടീൻ പൗഡറുകൾ പലപ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഞാനും പ്രോട്ടീൻ പൗഡർ ആക്ച്വലി എന്റെ ഒരു ഡയറ്റിന്റെ ഭാഗമായിട്ട്, തടി കുറയ്ക്കുക എന്നുള്ളതല്ല, എനിക്കൊന്ന് ടോണിങ്ങിന്റെ ഭാഗമായിട്ട് ഞാനും എന്റെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സോ കുറെ പേര് ചോദിച്ചു, ആ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് സേഫ് ആണോ? അതെന്തിനൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലായിട്ട് നമ്മൾ, അതായത് അത് പ്യുവർ പ്രോട്ടീൻ പൗഡറാണ്. ഇപ്പൊ നമ്മൾ ഈ എൻഷുർ പോലത്തെ അങ്ങനത്തെ മാത്രമല്ല കേട്ടോ, പീഡിയാഷോർ, എൻഷുറേജ്, ഹോർലിക്സ്, ബോൺവീറ്റ, കോംപ്ലാൻ അങ്ങനത്തെ അല്ല ഞാൻ പറയുന്നത്. നമ്മൾ ബോഡി ബിൽഡിങ്ങിനായിട്ട് അല്ലെങ്കിൽ തടി കുറയ്ക്കാനായിട്ട്, സിക്സ് പാക്ക് വെപ്പിക്കാനായിട്ട്, ജിമ്മ് ബോഡി ഉണ്ടാക്കാനായിട്ട് പ്രത്യേകിച്ച് ഇതൊക്കെ ഉപയോഗിക്കുന്നത് ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരാണ്. സോ ഇവര് ഇങ്ങനെയുള്ള പൗഡറുകൾ ഉപയോഗിക്കുന്നത് സുരക്ഷിതമാണോ എന്ന് ചോദിച്ചു. നോക്കൂ, ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെയുള്ള ധാരാളം പൗഡറുകൾ വിപണികളിൽ ലഭ്യമാണ്. ധാരാളം പൗഡറുകളുണ്ട്, അതായത് പ്യുവർ അമിനോ ആസിഡ് ഉള്ള പൗഡറുകളുണ്ട്, അങ്ങനെ പല 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 കാറ്റഗറികളുണ്ട് അതിൽ. അപ്പോ ആക്ച്വലി ഇതിനെ എല്ലാത്തിനെയും കൂടി നമുക്ക് ഒറ്റ ഒരു കാറ്റഗറിയുടെ ഉള്ളിൽപ്പെടുത്താൻ പറ്റില്ല. പല പല ടൈപ്പ്, അതായത് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ തന്നെ താഴേക്ക് ഈ പ്രോട്ടീനിൽ തന്നെ പല 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 പ്രോട്ടീനുകളും അതുപോലെ തന്നെ പല പല കാറ്റഗറി പൗഡറുകളും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഉദ്ദേശം മനസ്സിലാക്കി. നിങ്ങളുടെ അതിൽ പല കാര്യമുണ്ട്. വർക്കൗട്ട് ചെയ്യാതെ വെറുതെ ഈ പ്രോട്ടീൻ പൗഡർ മാത്രം കഴിക്കുന്നത് കൊണ്ട് യാതൊരു ഫലവുമില്ല. നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രോട്ടീൻ പൗഡർ എന്തിനാണ് നമ്മൾ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫാറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ മസിലിൽ നിന്ന് ഫാറ്റ്, അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് ലൂസ് ആവുമ്പോൾ അല്ലെങ്കിൽ അത് ബേൺ ഔട്ട് ആവുമ്പോൾ അതിന് നമുക്ക് ഒരു റീപ്ലേസ്മെന്റ് ആയിട്ട് കൂടുതൽ മസിലിന് ടോണ് കിട്ടാനും ആ പവർ കിട്ടാനും വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ എനർജി കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണത്തിന്റെ കൂടെ തന്നെ പ്രോട്ടീൻ പൗഡർ കൂടി ഒരു ആഡ് ഓൺ ആയിട്ട് നമുക്ക് കൂടുതൽ എമൗണ്ട് പ്രോട്ടീൻ ആവശ്യമുള്ളത് കൊണ്ടാണ് പ്രോട്ടീൻ പൗഡർ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ഇതെല്ലാവർക്കും ഒരുപോലെയല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പോകുന്ന ഒരാൾ ഉപയോഗിക്കുന്ന ടൈപ്പ് പ്രോട്ടീൻ പൗഡർ അല്ല മസിൽ ബിൽഡിങ്ങിന്. അതായത് നമ്മളിപ്പോ ഇപ്പൊ ഇങ്ങനെ ശരീര സൗന്ദര്യ മത്സരങ്ങൾക്കൊക്കെ പോകുന്ന ആളുകളില്ലേ, അതായത് ശരിക്കും മസിൽ ബോഡി ബിൽഡിംഗ് ഒരു പ്രൊഫഷനായിട്ട് എടുത്ത ആളുകളുണ്ട്. അങ്ങനെ ആളുകൾ ഉപയോഗിക്കേണ്ടത് ആ ഒരു കാറ്റഗറി ഉപയോഗിക്കുന്നതായിരിക്കില്ല വേറൊരു കാറ്റഗറിക്ക് ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ എന്താണോ നമ്മുടെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതിൽ ഏത് ടൈപ്പ് പ്രോട്ടീൻ പൗഡർ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. സോ അത് ആരാ തീരുമാനിക്കേണ്ടത്? അത് ജിം ട്രെയിനറോ അല്ലെങ്കിൽ നമ്മളൊന്നുമല്ല. അത് ശരിക്കും ഒരു ന്യൂട്രീഷനിസ്റ്റിനോട് നമ്മൾ ആലോചിച്ചിട്ട്, നല്ല ജിമ്മുകളിലൊക്കെ ജിം ട്രെയിനേഴ്സിന് തന്നെ നല്ല രീതിയിലുള്ള ന്യൂട്രീഷനെ പറ്റിയിട്ടുള്ള അവബോധം ഉണ്ടായിരിക്കും. അവർ അതിന്റെ സർട്ടിഫൈഡ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ജിം ട്രെയിനേഴ്സുള്ള നല്ല ജിമ്മുകൾ ഉണ്ടായിരിക്കും. സോ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ പൗഡറിന്റെ പേര് കേട്ട് ഓൺലൈനിൽ വാങ്ങി കഴിക്കുന്നത് അപകടമാണ്. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയണത് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും പല ആളുകളും എന്തിനാണ് ഈ പ്രോട്ടീൻ പൗഡർ കഴിക്കുന്നത് എന്നുള്ളത് അറിയാതെയാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നല്ല വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത്, നമ്മുടെ ഫാറ്റ് ബേൺ ചെയ്യുന്ന സമയത്ത് അതിനൊരു റീപ്ലേസ്മെന്റ് ആയിട്ടും നമുക്കൊരു എനർജി സോഴ്സും ആയിട്ടൊക്കെയാണ് നമ്മുടെ മസിൽസിന് ടോണിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ഉപയോഗിക്കുന്നത്. അതായത് മസിൽ ബിൽഡിങ്ങിനുള്ള മെയിൻ ഒരു ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ. സോ അത് നമുക്ക് കൂടുതലായിട്ട് വേണ്ട സമയത്താണ് നമ്മൾ ഡയറ്റിന്റെ കൂടെ തന്നെ, നമ്മൾ പ്രോപ്പർ ഡയറ്റും വർക്കൗട്ടും ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള പ്രോട്ടീൻ പൗഡറുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതൊന്നും ചെയ്യാതെ വെറുതെ കുറെ പ്രോട്ടീൻ പൗഡർ വാരി കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കിഡ്നികൾക്ക് കാര്യമായ തകരാറ് ഉണ്ടാക്കും. അതെന്തുകൊണ്ടാണ്? നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ആക്ച്വലി കുറച്ച് വെയിറ്റ് കൂടിയ ഒരു സംഭവമാണ്, ന്യൂട്രിയന്റ് ആണ്. സോ അതിന്റെ മോളിക്കുലർ മാസ് ഒക്കെ കൂടുതലാണ്. സോ ഈ പ്രോട്ടീൻ നമ്മുടെ കിഡ്നിയിലൂടെ വളരെ ഈസി ആയിട്ട് അരിച്ചു പോകുന്ന ഒരു സംഭവമല്ല പ്രോട്ടീൻ. ഓക്കെ, സോ നമ്മൾ ഓവറായിട്ട്, അതായത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക്, ഇപ്പൊ നമ്മൾ നന്നായി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെയല്ലാതെ നമ്മൾ വേണ്ടതിലധികം പ്രോട്ടീൻ ഒരു നിയന്ത്രണവും ഇല്ലാതെ അല്ലെങ്കിൽ ആരുടെയും ഒരു ഗൈഡൻസ് ഇല്ലാതെ, ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ സഹായമില്ലാതെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട്
വിപണിയിൽ കാണുന്ന പല പ്രോട്ടീൻ പൗഡറും വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കിഡ്നിക്ക് ഓവർലോഡ് ആവും. മനസ്സിലായില്ലേ? അതായത് നമുക്ക് കിഡ്നിക്ക് നോർമൽ ആയിട്ട് അരിച്ചെടുക്കാൻ പറ്റുന്ന പ്രോട്ടീനേക്കാൾ കൂടുതൽ നമ്മൾ കിഡ്നിക്ക് ഓവർലോഡ് കൊടുക്കുകയാണ്. കിഡ്നി ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അത് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക്, അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയും, ARF, അതിലേക്ക് വഴിവെക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞങ്ങൾ പലപ്പോഴും കാണുന്നതാണ് ചെറുപ്പക്കാര് പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള ഈ ജിമ്മുകളിൽ പോകുന്ന, ശാസ്ത്രീയമായിട്ടുള്ള രീതികളൊന്നും ഫോളോ ചെയ്യാത്ത ജിമ്മുകളിൽ പോകുന്ന പല ആളുകളും ഇത്തരത്തിൽ അവിടുത്തെ ജിം ട്രെയിനേഴ്സും പലരും പറഞ്ഞിട്ട്, അതായത് അവിടെ ശരിക്കുള്ള ട്രെയിനേഴ്സ് ആയിരിക്കില്ല, അവർക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടാവില്ല. സോ അങ്ങനെയുള്ള പല തെറ്റായിട്ടുള്ള ഗൈഡൻസും കിട്ടിയ ആളുകൾ ഇത്തരത്തിൽ വെറും പേരൊക്കെ പറഞ്ഞു ഓൺലൈൻ വഴിയൊക്കെ വാങ്ങി എത്ര കഴിക്കണം എന്ന് പോലും അറിയാതെ വലിച്ചു വാരി അത് കഴിച്ച് ഇത്തരത്തിൽ കിഡ്നി ഫെയിലിയർ ആയിട്ട് വരുന്ന ധാരാളം ചെറുപ്പക്കാരെ ഞാൻ എന്റെ MBBS പഠനകാലത്തും അല്ലെങ്കിൽ എന്റെ PG പഠനകാലത്തും കണ്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ നെഫ്രോളജി വാർഡ് പോകുന്ന സമയത്ത് ഒരു 10 അക്യൂട്ട് കിഡ്നി ഫെയിലിയർ എടുത്തു കഴിഞ്ഞാൽ 1-2 കേസുകളെങ്കിലും നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. ഇതിന്റെ സങ്കടം എന്ന് പറയുന്നത് കിഡ്നിക്ക് ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ചെറുപ്പക്കാരായിരിക്കും ഇത്തരത്തിലുള്ള ഒരു അവയർനെസ്, അവർക്ക് അവബോധം ഇല്ലാത്തത് കൊണ്ടും അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടും മാത്രം ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട് ഒരു പ്രോട്ടീൻ പൗഡർ വാങ്ങി കഴിച്ച് കിഡ്നി ഫെയിലിയറിലേക്ക് വരുന്ന ധാരാളം പേരെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. യെസ്, ഗ്ലൂക്കോസ് കഴിച്ചാൽ കുഴപ്പമുണ്ടോ എന്ന് നോക്കണം. നോക്കൂ, ഒരിക്കലും ഗ്ലൂക്കോസ് അങ്ങനെ വെറുതെ വാരി കഴിക്കേണ്ട ഒരു സംഭവമല്ല. അങ്ങനെ ഗ്ലൂക്കോസ് വെള്ളം കുടിക്കുക, നമ്മൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഡയറിയ, വയറിളക്കവും ഛർദിയൊക്കെ വരുമ്പോൾ പലരും ഗ്ലൂക്കോസ് വെള്ളം കലക്കി കുടിക്കുന്നത് തെറ്റാണ്. ഗ്ലൂക്കോസ് മാത്രം കുടിച്ചു കഴിഞ്ഞാൽ ഡയറിയൊക്കെ കൂടുകയാണ് ചെയ്യുക. നമ്മൾ കുടിക്കേണ്ടത് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ ആണ്, ORS. അത് ഗ്ലൂക്കോസ് അതിന്റെ ഒരു ചെറിയ അംശം മാത്രമാണ്, അതിൽ ധാരാളം വേറെ സംഗതികൾ അടങ്ങിയിട്ടുണ്ട്. സോ ഗ്ലൂക്കോസ് മാത്രം കലക്കി വെള്ളം കുടിക്കുന്നത് ഒരിക്കലും ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംഭവമല്ല. സോ കുറെ പേര് ചോദിച്ചത് കാരണമാണ്, പ്രത്യേകിച്ചിട്ട് ചോദിച്ചൊക്കെ ചെറുപ്പക്കാരാണ്. കാരണം എനിക്കറിയാം ഈ ഒരു പ്രായത്തിൽ എല്ലാവരും ഈ പറയുന്ന പ്രോട്ടീൻ പൗഡർ, അതും ഇതിനൊക്കെ എന്താ വില എന്നറിയോ? 6000-7000 രൂപയാണ് ഒരു ഡബ്ബയ്ക്ക്. അപ്പൊ ഇതൊക്കെ വാങ്ങി പലരും ഒരു ഗൈഡൻസും ഇല്ലാതെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ കഴിക്കണ്ട എന്നല്ല പറഞ്ഞത്, പക്ഷേ ഇതിന് നിങ്ങളുടെ പ്രോപ്പർ ആയിട്ടുള്ള നിങ്ങളുടെ ഡയറ്റ് പ്ലാനിംഗ് വേണം, ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെ ഡയറ്റീഷ്യന്റെ സഹായം വേണം, അല്ലെങ്കിൽ ഇതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള, ഇതിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള നല്ലൊരു ജിം ട്രെയിനറുടെ ഗൈഡൻസ് വേണം. പിന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തായിരിക്കണം പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ടത്. അല്ലാതെ ഒരു വർക്കൗട്ടും ചെയ്യാതെ വെറുതെ പ്രോട്ടീൻ പൗഡർ കുറെ വാരി തിന്നത് ശരിയല്ല. പിന്നെ ഇതിനുള്ള കയ്യും കണക്ക് അളവ് എന്താണെന്നുള്ളതൊക്കെ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് മാത്രം വാങ്ങുക. പിന്നെ പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്ന എല്ലാ പ്രോട്ടീൻ പൗഡറും ഒരേ പ്രോട്ടീൻ പൗഡർ അല്ല, പല 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 ടൈപ്പ് പ്രോട്ടീൻ പൗഡറുകളുണ്ട്. അതിൽ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻ പൗഡർ വേണം നമ്മൾ വാങ്ങാൻ, നമ്മൾ കഴിക്കാൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ പൗഡറുകൾ കഴിക്കുമ്പോൾ. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? 2 മിനിറ്റിൽ എന്തെങ്കിലും ഇതിനെപ്പറ്റി, അതായത് നമ്മൾ ഇത്തരത്തിൽ കഴിക്കുന്ന ചെറുപ്പക്കാർ കഴിക്കുന്ന പ്രോട്ടീൻ പൗഡറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വലിയ ആളുകൾ കഴിക്കുന്ന സോക്കോൾഡ്, അത് പ്രോട്ടീൻ പൗഡർ എന്ന് പറയാൻ പറ്റില്ല, പെൻഷോർ പോലെയുള്ള ഹെൽത്ത് സപ്ലിമെന്റിനെ പറ്റിയിട്ടും കുട്ടികൾക്കുള്ള ഹെൽത്ത് സപ്ലിമെന്റിനെ പറ്റിയിട്ടും നമ്മൾ ജസ്റ്റ് 2 ദിവസം മുമ്പെയാണ് ടോക്ക് ചെയ്തത്. കേൾക്കാത്തവർ അത് കേൾക്കുക കേട്ടോ. ക്രിയാറ്റിൻ പൗഡറോ? അതെന്ത് പൗഡറാണ് ക്രിയാറ്റിൻ പൗഡർ? എനിക്കറിയില്ലല്ലോ. ഇതിനെ പറ്റിയിട്ട്, നമ്മുടെ ചെറുപ്പക്കാരിലുള്ള പ്രോട്ടീൻ പൗഡറിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പിന്നെ പ്രോട്ടീൻ ഓവർലോഡ് ആയ കിഡ്നി മാത്രമല്ല കേട്ടോ, പല പ്രശ്നങ്ങളുണ്ട്. നമുക്ക് പലപ്പോഴും അത് സന്ധിവേദനകൾ, ഗൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സന്ധിവേദനകളും പ്രോട്ടീൻ ഓവർലോഡ് ആയിട്ട് ഉണ്ടാവാറുണ്ട്. നമ്മുടെ തള്ളവിരലിന് ഭയങ്കര വേദന, സന്ധിവാദം, അങ്ങനെയുള്ള പല ജോയിന്റ് പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ചില സമയത്ത് ലിവറിന് അതൊരു ഇഞ്ചുറി ഉണ്ടാക്കാൻ. ബേസിക്കലി നമുക്ക് ഓവറായിട്ടുള്ള, അമിതമായാൽ അമൃതം വിഷം ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ, പ്രോട്ടീൻ ആണെങ്കിലും അത് ഓവറായിട്ട് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും അപകടമാണ്. യെസ്, എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് 1 മിനിറ്റിൽ നമ്മൾ ഇന്ന് ഈ പറഞ്ഞ വിഷയത്തില് ഹെൽത്തി ആയിട്ടുള്ള പൗഡർ ഉണ്ടോ? ഞാൻ നോക്കൂ രഞ്ജിത്ത്, എല്ലാ പൗഡറുകളും ഉപയോഗിക്കേണ്ട രീതിയിൽ, ഞാനിപ്പോ ഇതൊന്നും ഉപയോഗിക്കേണ്ടെന്നല്ലോ പറഞ്ഞത്. അപ്പോ ഇതെല്ലാം നിങ്ങൾ എന്താണ് കഴിക്കുന്നതെന്ന് അറിഞ്ഞുപയോഗിക്കുക. ബ്ലൈൻഡ് ആയിട്ട് പ്രോട്ടീൻ പൗഡറുകൾ വാങ്ങി കഴിക്കരുത്. പലരുടെയും വിചാരം വെറും പ്രോട്ടീൻ പൗഡർ അങ്ങ് വാങ്ങി കഴിച്ചാൽ മസിൽ ഇങ്ങനെ പെരുക്കും എന്നാണ്. അത് തെറ്റാണ്. നമ്മൾ മര്യാദയ്ക്ക് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, അതിന്റെ കൂടെ അതിൽ പ്രോട്ടീൻ പൗഡർ ഉൾപ്പെടുത്താം. പക്ഷെ വർക്കൗട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അല്ലാതെ വെറും പ്രോട്ടീൻ പൗഡർ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അവയവങ്ങൾ അടിച്ചു പോവുക എന്നുള്ളതല്ലാതെ മസിൽ എവിടെയും വരില്ല കേട്ടോ. വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രോട്ടീൻ പൗഡർ കുഴപ്പമുണ്ടോ? അതാണ് റാഫി ഞാനിപ്പോ ഇതിന് മുന്നേ പറഞ്ഞത്. ടോക്ക് ഫാംപിളിറ്റ് കേക്ക് കേട്ടോ.
LCHF ഡയറ്റ് നോക്കൂ, ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ ഫാറ്റ് ഡയറ്റിനെയാണ് ഈ പറയുന്നത് തോന്നുന്നു. ആക്ച്വലി ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. ഫാറ്റ് ഓവറായി കഴിക്കുന്നത്, അതായത് കീറ്റോ ഡയറ്റിന്റെ ഒരു ഭാഗമാണിത്. ഈ കീറ്റോ ഡയറ്റ് പറയുന്നതാണ്. കീറ്റോ ഡയറ്റിന് അത് പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റഡീഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് കീറ്റോ ഡയറ്റിനെ ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതിന് ധാരാളം സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടെന്നാണ് ഇതുവരെയുള്ള പഠനങ്ങൾ പലപ്പോഴും കാണിക്കുന്നത്, ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും. സോ അതൊരിക്കലും ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയല്ല തടി കുറയ്ക്കാൻ. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ലോ കാർബോഹൈഡ്രേറ്റ് ഹൈ പ്രോട്ടീൻ, നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ഹെൽത്തി ഫുഡ് പ്ലേറ്റ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ, അതനുസരിച്ചിട്ട് കഴിച്ചാൽ തന്നെ നിങ്ങളുടെ തടി കുറയും. നാച്ചുറൽ പ്രോട്ടീൻ കഴിക്കാമോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് നാച്ചുറൽ പ്രോട്ടീൻ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാച്ചുറൽ പ്രോട്ടീൻ എന്തൊക്കെയാണ്? നമ്മൾ കഴിക്കുന്ന ചിക്കൻ, നമ്മുടെ മുട്ട, പാല്, പയറുവർഗ്ഗങ്ങള്, അതായത് പരിപ്പ്, ചെറുപയർ, വൻപയർ, കടല, ഇതൊക്കെയാണ് നാച്ചുറൽ പ്രോട്ടീൻ. സോയാബീൻ, ഇതൊക്കെ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലത് തന്നെയാണ്, ഒരു കുഴപ്പമില്ല. യെസ്, വേറെന്തെങ്കിലും? ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രേ പറയാനുള്ളൂ. നമ്മൾ കഴിഞ്ഞ ടോക്കിന്റെ ഒരു ഫോളോ അപ്പ് ടോക്കാണ് ഇതൊക്കെ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നിങ്ങൾക്ക് അറിയുന്ന, എനിക്ക് എന്തായാലും അറിയാം, നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറുപ്പക്കാരനെങ്കിലും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളെങ്കിലും, അല്ലെങ്കിൽ മസിൽ വെപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരിയോ നിങ്ങളുടെ വീട്ടിലൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന എല്ലാവരുടെയിലും ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ഇങ്ങനെയുള്ള പ്രോട്ടീൻ പൗഡറുകൾ വളരെയധികം കാശ് വാങ്ങി കൊടുത്ത് കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സോ അവരെല്ലാവരിലേക്കും ഈ ഒരു ചെറിയ ടോക്ക് ഷെയർ ചെയ്തെത്തിക്കുക കേട്ടോ. ബൈ.